ദ ജേർണലിസ്റ്റിലേക്ക് അമേരിക്കയുമായി ആണവ കരാറിലെത്തിയാലും ഇറാനെ ഞങ്ങൾ വെറുതെ വിടില്ല എന്നായിരുന്നു ഏതാണ്ട് ഒരാഴ്ച മുമ്പ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അയത്തുള്ള അലി ഖാംനെയിയെ വെല്ലുവിളിച്ചുകൊണ്ട് ലോകത്തിന് മുന്നിൽ പ്രസ്താവന ഇറക്കിയത്. അതോടനുബന്ധിച്ച് ട്രംപിനെ നേരിൽ പോയി കാണാനും തിരക്കിട്ട ചില ചർച്ചകൾ നടത്താനും നെതന്യാഹു തയ്യാറായി. പക്ഷേ ഇപ്പോൾ യുദ്ധം വേണ്ട എന്ന് പറഞ്ഞ് ട്രംപ് നെതന്യാഹുവിനെ മടക്കി അയക്കുകയായിരുന്നുവെന്നും നെതന്യാഹു പതിവിന് വിരുദ്ധമായി മാധ്യമങ്ങളെ കാണാതെ 3 മണിക്കൂർ നീണ്ട ചർച്ചക്കൊടുവിൽ വൈറ്റ് ഹൗസിൽ നിന്ന് മുങ്ങുകയായിരുന്നുവെന്നും, അതായത് ആരെയും മുഖം കാണിക്കാതെ നിരാശനായി മടങ്ങുകയായിരുന്നുവെന്നും പിന്നീട് പാശ്ചാത്യ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഇസ്രായേലും ഇപ്പോൾ തിരിച്ചറിയുകയാണ് ഇറാനെ തൊടാൻ കഴിയില്ല എന്ന്. പലരും മുമ്പ് കരുതിയിരുന്നത് അമേരിക്ക ഇസ്രായേലിനെ ആക്രമിച്ചില്ലെങ്കിലും അമേരിക്ക ഇറാനെ ആക്രമിച്ചില്ല എങ്കിലും ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുമെന്നും തൊട്ടു പിന്നാലെ അമേരിക്ക അതിനുവേണ്ട സകല പിന്തുണ കൊടുക്കുമെന്നുമൊക്കെയായിരുന്നു. എന്നാൽ ഇപ്പോൾ വ്യക്തമാവുകയാണ് ഇറാനുമായി നേർക്കുനേർ മുട്ടാനുള്ള ശക്തി തങ്ങൾക്കില്ല എന്ന് തിരിച്ചടിഞ്ഞുകൊണ്ട് ഇസ്രായേൽ പത്തി മടക്കിയിരിക്കുന്നു. ഒരുപക്ഷെ ലോകത്ത് ആദ്യമായിട്ടായിരിക്കും ലോകരാജ്യങ്ങളുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ ഇസ്രായേൽ അവരുടെ ശത്രുക്കളുടെ കാര്യത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിൽ നിലപാട് ഇല്ലാതായി പോകുന്നത്. അതായത് തങ്ങളുടെ ആവശ്യം, തങ്ങളുടെ ആഗ്രഹം, തങ്ങളുടെ നിലപാട് ഒക്കെ ഇറാനെ ആക്രമിക്കണം, ആക്രമിച്ച് തീർക്കണം, അമേരിക്ക അതിന് പരിപൂർണ പിന്തുണ നൽകും, ആ പിന്തുണയുടെ അടിസ്ഥാനത്തിൽ ഇറാനെ ചാരമാക്കാൻ തങ്ങൾക്ക് കഴിയും. ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇസ്രായേൽ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇസ്രായേലിൻ്റെ കണക്കുകൂട്ടൽ പൂർണ്ണമായി തെറ്റുകയാണ്. ഇസ്രായേലിൻ്റെ സ്വപ്നങ്ങൾ എന്നേക്കുമായി ഇല്ലാതാവുകയാണ്. ഇപ്പോൾ US-നെയും ഇസ്രായേലിനെയും സംബന്ധിച്ച് ഇപ്പോൾ ഒരു ആക്രമണം നടത്താനുള്ള സകല സാഹചര്യങ്ങളും നിലവിലുണ്ട്. അതായത് ഇസ്രായേലിന് എല്ലാവിധ പിന്തുണയും അമേരിക്ക വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ യുദ്ധം വേണ്ട എന്ന വാക്ക് മാറ്റി നിർത്തുക, ബാക്കി എല്ലാവിധ പിന്തുണയും സാധാരണഗതിയിൽ ഇസ്രായേലിന് അമേരിക്ക കൊടുക്കാറുണ്ട്. അമേരിക്കയുടെ USS എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന വലിയ പടക്കപ്പൽ അത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കിടപ്പുണ്ട്. US-ൻ്റെ സൈനിക കേന്ദ്രങ്ങളൊക്കെ ആക്റ്റീവാണ്. ജോർദാനിൽ വലിയ തോതിലുള്ള സന്നാഹങ്ങൾ അമേരിക്ക കൊണ്ടുവന്നിട്ടുണ്ട്. ബ്രിട്ടനുമായിട്ടുള്ള സംയുക്ത സൈനിക കേന്ദ്രങ്ങൾ, നാറ്റോ സഖ്യത്തിൻ്റെ സൈനിക കേന്ദ്രങ്ങളും ആക്റ്റീവാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വേണമെങ്കിൽ ഇറാന് നേരെ ഒരു ശക്തമായ ആക്രമണം നടത്താൻ ഇസ്രായേലിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതാണ് ഞാൻ ടൈറ്റിൽ പറഞ്ഞത്. അനുകൂലമായൊരു സാഹചര്യമുണ്ട് ഇറാനെ ചാരമാക്കാനുള്ള, അല്ലെങ്കിൽ ഇറാനെതിരായിട്ടുള്ള ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ആയുധപരമായിട്ടുള്ള ബാക്കപ്പുകളും അതിനുള്ള സന്നാഹങ്ങളും ഇവരുടെ കയ്യിൽ ശക്തമായിട്ടുണ്ട്. പക്ഷേ ഈ സാഹചര്യം ഉണ്ടായിട്ട് ഇപ്പോൾ 2 മാസമായിട്ടും എന്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ല എന്നുള്ളിടത്താണ് ഇറാൻ്റെ ബിൽഡപ്പ് കണ്ട് ഇവർ ഞെട്ടി എന്ന് പറയുന്നത്. അതായത് ഇറാൻ്റെ അത്രയും ശക്തമായ ബിൽഡപ്പിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്താൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല എന്ന നിലയിലേക്ക് അമേരിക്കയും ഇസ്രായേലും അവരുടെ നിലപാടുകളെ മാറ്റുകയായിരുന്നു. ഇപ്പോൾ ഇറാൻ്റെ സെറ്റപ്പുകൾ, ബിൽഡപ്പുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വെറുതെ ഒന്ന് പരിശോധിക്കാം. അതായത് ആയുധബലം എന്നുള്ളത് ഇസ്രായേലിനേക്കാൾ വളരെ കൂടുതലാണ്. അമേരിക്കയ്ക്ക് അതിന് കൃത്യമായ കണക്കില്ല. അമേരിക്കയെ പോലും ആക്രമിക്കാൻ തങ്ങൾ സന്നദ്ധരാണ് എന്ന ഒരു ഉറച്ച നിലപാട് മതി അമേരിക്കയെ ഭയപ്പെടുത്താൻ. കാരണം ഇറാനെ സംബന്ധിച്ച് അവർ തദ്ദേശീയമായി ഉണ്ടാക്കിയിട്ടുള്ള ബോട്ടുകളോ കപ്പലുകളോ അവരുടെ മിസൈലുകളോ ഒന്നും തകരുന്നത് അവർക്ക് സാമ്പത്തികമായി വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കില്ല. പക്ഷേ അമേരിക്കയുടെ ഓരോ വിമാനങ്ങൾ തകർന്നാലോ, അല്ലെങ്കിൽ അമേരിക്കയുടെ ഓരോ സൈനിക കേന്ദ്രങ്ങൾക്ക് നാശനഷ്ടം ഉണ്ടായാലോ, അമേരിക്കയുടെ പടക്കപ്പലുകൾ ഇറാൻ മുക്കിയാലോ ഒക്കെ അമേരിക്കയ്ക്കുണ്ടാക്കുന്ന നാശനഷ്ടം, നാണക്കേട് വേറെ, നാശനഷ്ടം ദശലക്ഷക്കണക്കിന് കോടി ഡോളറുകളായിരിക്കും. അപ്പോൾ അത്രയും വലിയ സാമ്പത്തിക നഷ്ടത്തിൻ്റെ ഭീതിയിലാണ് അമേരിക്ക ഈ യുദ്ധത്തെ കാണുന്നത്. അപ്പോൾ അത്രയും വലിയ ചെലവ്, അല്ലെങ്കിൽ യുദ്ധത്തിൽ വലിയ സാമ്പത്തിക നഷ്ടമുണ്ടായാൽ സ്വാഭാവികമായിട്ടും അതുകൊണ്ട് എന്തെങ്കിലും നേട്ടം വേണം. പക്ഷേ ഇറാൻ്റെ കാര്യത്തിൽ സമ്പൂർണ്ണമായി ഇറാനെ പിടിച്ചടക്കാൻ കഴിയില്ല എന്ന് അമേരിക്കയ്ക്ക് കഴിഞ്ഞ മാസം തന്നെ വ്യക്തമായതാണ്. അതെന്താണ് കാരണം? ഇറാനുള്ളിൽ ആഭ്യന്തര കലാപം ഉണ്ടാക്കി, ആ ആഭ്യന്തര കലാപത്തിനിടയ്ക്ക് തങ്ങളുടെ സൈനികരെ പറഞ്ഞയച്ച് അവിടുത്തെ വിഘടനവാദികളെ ഉപയോഗിച്ച് അയത്തുള്ള അലി ഖാംനെയിയെ വലിച്ച് താഴെയിട്ട് അദ്ദേഹത്തെ വധിക്കുകയോ തട്ടിക്കൊണ്ടുപോവുകയോ ഒക്കെ ചെയ്യുക എന്നുള്ള ബൃഹത്തായ ഒരു പദ്ധതി അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടപ്പാക്കിയിരുന്നു, അല്ലെങ്കിൽ അവരത് പ്ലാൻ ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായി 10 രാജ്യങ്ങളിൽ നിന്ന് നിരവധി അവരുടെ ചാര ഏജൻസികളുടെ ഭാഗമായിട്ടുള്ള ആളുകളെ റിക്രൂട്ട് ചെയ്ത് അവർക്ക് വിദേശ പരിശീലനം ഉൾപ്പെടെ നൽകി ഇറാനിലേക്ക് അയക്കുകയും ചെയ്തിരുന്നു. ഇത് IRGCയുടെ കണ്ടെത്തലാണ്. പക്ഷേ ആ നെറ്റ്വർക്ക് മുഴുവൻ ഇറാൻ തകർത്ത് ഇല്ലാതാക്കി. ഇനി അവിടെ അമേരിക്കയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന്
അമേരിക്കയ്ക്ക് വ്യക്തമായി. അപ്പം അതുകൊണ്ട് പരിപൂർണമായി ഇറാനെ തകർക്കുക എന്നത് സാധ്യമല്ലാത്തിടത്തോളം കാലം, ഇറാൻ്റെ ഭരണം അങ്ങനെയൊന്നും പിടിച്ചെടുക്കാൻ ട്രംപിന് കഴിയില്ല എന്ന് വ്യക്തമാകുന്നിടത്തോളം കാലം, ഇത്രയും വലിയ നാശനഷ്ടങ്ങൾ സഹിച്ചുകൊണ്ട് ഇറാന് നേരെ വെറുതെ ലോകത്തെ കാണിക്കാനൊരു ആക്രമണം, സാമ്പത്തിക സ്ഥിതി തകർക്കാനുള്ള ഒരു ആക്രമണം ഒരിക്കലും ട്രംപിന് നടത്താൻ കഴിയില്ല. അങ്ങനെ നടത്തിയാൽ ട്രംപ് കൂടുതൽ ഒറ്റപ്പെടുന്ന സാഹചര്യം വരും. അമേരിക്കയ്ക്ക് അത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ തിരിച്ചടിയായിരിക്കും. ഇതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിൻ്റെ സ്വപ്നങ്ങൾ തകരുകയാണ് എന്ന് പറയുന്നത്. കാരണം അമേരിക്കയേക്കാൾ കൂടുതൽ ഇറാൻ്റെ സർവനാശം, ഇറാൻ്റെ ഭരണമാറ്റം എന്നുള്ളത് ഇസ്രായേലിൻ്റെ ആവശ്യമാണ്. ഇസ്രായേലിനെ അട്ടിക്കാൻ കാത്തിരിക്കുന്ന ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകൾ, ഇസ്രായേലിന് ഒരു രാജ്യത്തെയും കീഴ്പ്പെടുത്താൻ കഴിയാത്ത വിധത്തിൽ ഇസ്രായേലിനെതിരെ പ്രതിരോധിക്കുന്ന ഇറാൻ്റെ പ്രോക്സി നെറ്റ്വർക്കുകൾ, ഇതൊക്കെ ഇസ്രായേലിന് ഇന്നും വലിയ തലവേദനയാണ്. ഹമാസ് എന്ന് പറയുന്ന 50,000-ൽ താഴെ മാത്രം അംഗസംഖ്യയുള്ള ഒരു ചെറു ഗ്രൂപ്പ് ഇപ്പോഴും ഇസ്രായേലിനെ വെള്ളം കുടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതുവരെ ഹമാസിനെ പരിപൂർണമായി ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇസ്രായേലിന്. ഇസ്രായേൽ അങ്ങനെ ഒരു അവകാശ പ്രഖ്യാപനം നടത്തിയിട്ടുമില്ല. അപ്പോൾ ലോകത്തിന് മുന്നിൽ അത് വലിയ നാണക്കേടായിരിക്കാൻ ഇസ്രായേലിന്. സ്വാഭാവികമായിട്ടും ഇസ്രായേലിനെ സംബന്ധിച്ച് ഇറാനെ തൊടുക അല്ലെങ്കിൽ ഇറാനെ ഇല്ലാതാക്കുക, ഇറാനെ ആത്മസംതൃപ്തി കിട്ടുന്ന വിധത്തിൽ ആക്രമിക്കുക എന്നുള്ളതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് വ്യക്തമാവുകയാണ്. അതിനുള്ള കാരണം ഇറാൻ്റെ നെറ്റ്വർക്കാണ്. US-നെ അമ്പരപ്പിക്കുന്ന വിധത്തിൽ, ട്രംപിനെ ഭയപ്പെടുത്തുന്ന വിധത്തിൽ ഇറാൻ്റെ ഒരു വലിയ ബിൽഡപ്പ് ഉണ്ട്. ഒന്ന്, ഹോർമുസ് കടലിടുക്കും ഒമാൻ തീരവും ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ പല ഭാഗങ്ങളും കേന്ദ്രീകരിച്ച് ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സൈനിക അഭ്യാസങ്ങളാണ്. തൊട്ടപ്പുറത്ത് സംഹാരത്തിന് തയ്യാറായി ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകളിലൊന്ന്, പടക്കപ്പലുകളിലൊന്ന് കിടക്കുകയാണ്. 92 യുദ്ധവിമാനങ്ങൾ അതിനുള്ളിലുണ്ട്. ട്രംപ് ഒന്ന് വിരൽ ഞൊടിച്ചാൽ ആ കപ്പലുകൾക്കുള്ളിൽ നിന്നുള്ള സന്നാഹങ്ങൾ മുഴുവൻ തീതുപ്പും. ഒരു പക്ഷേ അത് ഇറാന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയേക്കാം, അല്ലെങ്കിൽ ഒരു വലിയ നാശനഷ്ടം ഉണ്ടാക്കും. തിരിച്ചടി അത് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്, പക്ഷേ നാശനഷ്ടങ്ങളുണ്ടാകും. സാധാരണഗതിയിൽ ഒരു രാജ്യമാണെങ്കിൽ ഇത് കണ്ട് പേടിക്കും. പക്ഷേ ഇറാൻ അതേപോലെ തന്നെ ഈ കപ്പലിനെ മുക്കാനുള്ള സംഹാരശേഷി ഞങ്ങൾക്കുണ്ട് എന്ന് വ്യക്തമാക്കുന്ന വിധത്തിൽ മറുവശത്ത് എതിരായിട്ടുള്ള സേനയെ വിന്യസിക്കുകയായിരുന്നു. അതിന് കൂടെ റഷ്യയും ചൈനയും വരുന്നു. ആയിരക്കണക്കിന് മിസൈലുകൾ സജ്ജമാക്കുന്നു, ഡ്രോണുകൾ സജ്ജമാക്കുന്നു. കപ്പലുകളെ തകർക്കാൻ, അതായത് ഹോർമുസ് കടലിടുക്കിലൂടെ പോകുന്ന എണ്ണക്കപ്പലുകളെ തകർക്കുക, അത് വേറൊരു തരത്തിലുള്ള യുദ്ധമായി മാറുമെന്ന സൂചന കൊടുക്കുന്ന വിധത്തിൽ പടക്കപ്പലുകളും ബോട്ടുകളും ഒക്കെ ഹോർമുസ് കടലിടുക്കിൽ വിന്യസിക്കുന്നു. ഹൂത്തികളുമായി ചർച്ച നടത്തി ഏത് നിമിഷവും ചെങ്കടൽ കൂടി അടയ്ക്കാനുള്ള നീക്കങ്ങളിലേക്ക് പോകുന്നു. ആയത്തുള്ള അലി ഖാംനെയി എന്ന ഭരണാധികാരി നിവർന്നു നിന്ന് വെല്ലുവിളിച്ചുകൊണ്ടേയിരിക്കുന്നു. ഏത് ആക്രമണം, ഏത് നീക്കമുണ്ടായാലും അത് യുദ്ധമായി ഞങ്ങൾ കണക്കാക്കും, ശക്തമായി തിരിച്ചടിക്കും, ടെല്ലവീവിൻ്റെ ഹൃദയഭാഗം തകരും എന്നതടക്കമുള്ള നിരവധി വെല്ലുവിളികൾ, മുന്നറിയിപ്പുകൾ ഇസ്രായേലിന് കൊടുക്കുന്നു. ഇപ്പോൾ ഈ യുദ്ധത്തിൻ്റെ മൂലകാരണമെന്ന് പറയുന്നത് ഇസ്രായേലാണ്. ഇസ്രായേൽ അമേരിക്കയെ പോയി ചൊറിഞ്ഞ്, അല്ലെങ്കിൽ അമേരിക്കയോട് നിരന്തരമായി അഭ്യർത്ഥിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കാണുന്ന യുദ്ധ സാഹചര്യത്തിലേക്ക് അമേരിക്കയും ഇറങ്ങി പുറപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമേരിക്കയെ വിരട്ടിയാൽ, അല്ലെങ്കിൽ അമേരിക്കയെ ഭയപ്പെടുത്തിയാൽ യുദ്ധം നടക്കാൻ പോകുന്നില്ല എന്ന് ഇറാൻ നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് അവർ ആ രീതിക്ക് നീങ്ങിയത്. അമേരിക്കയുടെ സഖ്യകക്ഷികളായിട്ടുള്ള ബ്രിട്ടൻ അടക്കം യുദ്ധത്തിൽ നിന്ന് മാറി നിൽക്കുന്നു. അമേരിക്ക പറഞ്ഞാൽ കേട്ടിരുന്ന അറബ് രാജ്യങ്ങൾ പൂർണ്ണമായും അമേരിക്കയ്ക്കെതിരാകുന്നു. ഇതൊക്കെ കണ്ട് ഇസ്രായേലിൻ്റെ കിളി പോയിരിക്കുകയാണ്. അനുകൂലമായ യുദ്ധ സാഹചര്യം ഉണ്ടായിട്ടും, ഈ പറയുന്ന സന്നാഹങ്ങൾ ഉണ്ടായിട്ടും, അമേരിക്കയും ഇസ്രായേലും ഇറാനെ തൊടാൻ കഴിയാതെ വിഷമിച്ച് തലകുമ്പിട്ട് നിൽക്കുകയാണ്. ഇറാൻ ഒരു ലോകശക്തി എന്ന നിലയിൽ ലോകരാജ്യങ്ങൾ നോക്കിക്കാണുന്നൊരു പ്രധാനപ്പെട്ട ശ്രദ്ധാകേന്ദ്രമായി മാറുകയാണ്. പശ്ചിമേഷ്യയിൽ അമേരിക്കയെ നേർക്കുനേർ നിന്ന് വെല്ലുവിളിക്കാനും അമേരിക്കയെ മുട്ടുകുത്തിക്കാനും കഴിയുന്നൊരു മഹാശക്തിയായി ഇറാൻ വളർന്നു എന്നതാണ് ഇതിൽ നിന്ന് ഇസ്രായേലിന് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം. അത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ ഭീതി ഉയർത്തുന്ന കാര്യമാണ്. അതോടൊപ്പം വലിയ നാണക്കേടുണ്ടാക്കുന്ന കാര്യമാണ്. കാരണം മറ്റുള്ളങ്ങളിൽ കയറി തോന്നിവാസം കാണിക്കുന്നത് പോലെ ഇറാനിലേക്ക് അത് ചെയ്യാൻ കഴിയുന്നില്ല. ചെറിയ ഗ്രൂപ്പുകളെ, അതായത് ഹമാസിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ഗസയൊക്കെ തരിപ്പണമാക്കിയതുപോലെ ഒരു തരത്തിലുള്ള നീക്കവും ഇറാന് നേരെ നടക്കില്ല എന്ന് മനസ്സിലാക്കുന്നത് നെതന്യാഹുവിനെ സംബന്ധിച്ചും വലിയ തിരിച്ചടിയാണ്. അതിനപ്പുറം ഏത് നിമിഷവും ഇസ്രായേലിനെ ചുട്ടരിക്കാനുള്ള ശേഷി തങ്ങൾ കരസ്ഥമാക്കി എന്ന നിലയിലുള്ള ഇറാൻ്റെ പ്രകടനങ്ങൾ അത് ഇസ്രായേലിനെ സംബന്ധിച്ച് തങ്ങളുടെ സുരക്ഷിതത്വത്തിന് വലിയ ഭീഷണിയായി മാറുകയാണ്. ആ പേടി മനസ്സിൽ വെച്ചാണ് ഇസ്രായേൽ ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത.